ഞാൻ വീണ്ടും സെൻറ്ററിൻ്റെ 4K ബോക്സ് വാങ്ങി. ആദ്യം ഉണ്ടായിരുന്ന ബോക്സും ഈ ഒരു ബോക്സും കൂടി ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സും അതുകൊണ്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയെന്നും ഈ വീഡിയോയിൽ പറയാം. ആദ്യം ഉണ്ടായിരുന്ന എൻ്റെ സെൻറ്ററിൻ്റെ 4K ബോക്സ് 2 വർഷത്തോളമായി. അത് കഴിഞ്ഞ ദിവസം ഇടിമിന്നൽ ഏറ്റിട്ട് പോയിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ ഫ്ലഗ് ഊരിടാത്തതുകൊണ്ട് അപ്പോൾ രാത്രി ഇടിമിന്നലുണ്ടായപ്പോൾ അത് പോയി. അപ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല. ഞാൻ സെൻറ്ററിൻ്റെ ഓഫീസിൽ കൊടുത്തപ്പോൾ അവർ പറഞ്ഞതിൻ്റെ വാറണ്ടി കഴിഞ്ഞിട്ടുണ്ട്. വാറണ്ടി 2 വർഷം മാത്രമാണ് 4K ബോക്സിന് വരുന്നത്. അപ്പോൾ വാറണ്ടി കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും പുതിയൊരു 4K ബോക്സ് വാങ്ങിച്ചാൽ അതിൻ്റെ അൺബോക്സിംഗ് ആണ് നിങ്ങൾ കാണുന്നത്. ആദ്യത്തെ വീഡിയോ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. ബോക്സിൽ 4K എന്ന് കൊടുത്തിട്ടുണ്ട്, സൺമാക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഡോൾബി എന്ന് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ആൻഡ്രോയിഡ് എന്നെല്ലാം കൊടുത്തിട്ടുണ്ട്. ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ മുകളിൽ തന്നെ നമ്മുടെ 4K ബോക്സാണ് കാണുന്നത്. പിന്നെ നല്ല കളർഫുള്ളായിട്ട് സൺമാക്സ് എന്ന് ലോഗോയോട് കൂടിയുള്ളൊരു കാറ്റലോഗ് ഉണ്ട്. കാറ്റലോഗിൽ എല്ലാം വിശദമായി കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കി ഓരോന്നും ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് നേരത്തെ ലഭിച്ചിരുന്ന പോലെ തന്നെ നല്ലൊരു HDMI കേബിൾ ലഭിക്കുന്നുണ്ട്. പിന്നെ ബ്ലൂടൂത്തിൻ്റെ നല്ലൊരു റിമോട്ട് ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് 2 ബാറ്ററിയും ഇതിൽ കൊടുക്കുന്നുണ്ട്. 2 ബാറ്ററിയും ലഭിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അഡാപ്റ്ററാണ് 12 വോൾട്ടിൽ 1 ആമ്പിയറാണ് അഡാപ്റ്റർ വരുന്നത്. കാണാൻ കുറച്ച് ക്വാളിറ്റിയുള്ള നല്ലൊരു ടൈപ്പ് അഡാപ്റ്ററാണിത്. ഇത്രയുമാണ് നമ്മുടെ സെൻറ്ററിൻ്റെ ആൻഡ്രോയിഡ് 4K ബോക്സിൻ്റെ ബോക്സിൽ ലഭിക്കുന്നത്. ഈ ബോക്സിന് മുകളിൽ കാണാം പകുതി ഷൈനിങ് ഉണ്ട്, പകുതി സാധാരണ ബോക്സിലെ കളറിന് കൊടുത്തിട്ടുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന പോലെ തന്നെയാണ് ഇവിടെ സൺമാക്സ് എന്നും 4K ഡോൾബി അറ്റ്മോസ് എന്നും കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ തന്നെയാണ് USB വരുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ബോക്സിനേക്കാളും കുറച്ച് കനം കൂടുതലുണ്ട്. ആദ്യത്തെ ബോക്സ് വളരെ വെയിറ്റ് കുറവായിരുന്നു. എന്നാൽ ഈ ഒരു ബോക്സ് നല്ല വെയിറ്റ് വരുന്നുണ്ട്. ഈ ഒരു ഫൈബറിൻ്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ്. ബോക്സൊക്കെ നല്ല അടിപൊളി ബോക്സാണ്. നേരത്തെ ഉണ്ടായിരുന്ന ബോക്സിനേക്കാളും നല്ല വെയിറ്റും നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാനിത് കണക്ട് ചെയ്യാണ്. ഇവിടെ കാണാം സൺമാക്സ് എന്നുള്ള ഭാഗത്ത് കളറൊന്നുമില്ല. കണക്ട് ചെയ്തപ്പോൾ കാണാം അവിടെയാണ് ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. സൺമാക്സ് എന്നുള്ള ഭാഗത്താണ്, എന്നുള്ള ഭാഗത്താണ് ലൈറ്റ് കത്തുന്നത്. അപ്പോൾ അവിടെയാണ് LED അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ലൊരു മാറ്റമാണ്. പിന്നെ മുകൾ ഭാഗത്ത് ചെറിയ ഷൈനിങ്ങും ബാക്കി ബോക്സിൻ്റെ കളറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത് LNB കൊടുത്ത്, പിന്നെ ഞാൻ സൗണ്ട് ഹോം തിയേറ്ററിലേക്ക് കൊടുക്കുന്നത്, പിന്നെ TVയിലേക്കുള്ള HDMI കേബിളും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബോക്സിൻ്റെ ഫ്രണ്ടിൽ കാണാം സൺമാക്സ് എന്നുള്ള സണ്ണിലാണ് നമുക്ക് പവർ ഓൺ ആയാൽ ലൈറ്റ് വരുന്നത് അവിടെയാണ്. പിന്നെ നമുക്കിവിടെ ഇതിൻ്റെ കാറ്റലോഗ് ഇവിടെ കാണാം. കാറ്റലോഗിലെല്ലാം വിശദമായി കൊടുത്തിട്ടുണ്ട്. എങ്ങനെ കണക്ട് ചെയ്യുന്നത് എല്ലാം വിശദമായി കൊടുത്തിട്ടുണ്ട്. അതുപോലെ റിമോട്ട് നമുക്ക് പെയർ ചെയ്യണം. അതെങ്ങനെ പെയർ ചെയ്യുന്ന വീഡിയോന് താമസിച്ച് ചെയ്യുന്നുണ്ട്. അതിൽ റിമോട്ടിൽ 2 കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോക്സുമായിട്ട് കണക്ട് ആവും. പിന്നെ സക്സസ്ഫുള്ളി ഞാൻ കാണിക്കാം. ആദ്യത്തെ റിമോട്ട് ഞാൻ ഇതിലേക്ക് ഉപയോഗിച്ച് നോക്കിയപ്പോൾ കണക്റ്റ് ആവുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ റിമോട്ടിൽ 2 കീ പ്രസ് ചെയ്തപ്പോൾ കണക്റ്റായി. അപ്പോൾ എൻ്റെ കൈവശം 2 റിമോട്ടുകളുണ്ട്. അപ്പോൾ എങ്ങനെ റിമോട്ട് പെയർ ചെയ്യുന്നുള്ള വീഡിയോ താമസിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എനിക്ക് ഈ ബോക്സിന് 2100 രൂപയാണ് വന്നത്. ബോക്സ് മാത്രം, അതിൽ പാക്കേജ് ഒന്നുമില്ല. പാക്കേജ് നേരത്തെ ഉണ്ടായിരുന്ന ബോക്സിൽ നിന്ന് അവരതിലേക്ക് മാറ്റി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ 4K ബോക്സ് വേണ്ടവർ സൺഷൈനുമായി ബന്ധപ്പെടുക. ഇവിടെ നിങ്ങളിപ്പോൾ കാണുന്നത് സെൻറ്ററിൻ്റെ പുതിയ 4K ബോക്സാണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ പഴയ ബോക്സാണ്. പഴയ ബോക്സിൻ്റെ ടോപ്പിലായിരുന്നു ലൈറ്റ്. അത് നിങ്ങൾക്കിവിടെ കാണാം. ഇത് പഴയ ബോക്സാണ്. നിങ്ങൾക്ക് കാണാം ചെറിയ മാറ്റങ്ങളുണ്ട്. സെൻറ്റർ 4K എന്നുള്ളതും ഡോൾബി എന്നുള്ളതൊക്കെ മാറ്റമുണ്ട്. മുകളിൽ കാണാം അവിടെയാണ് ലൈറ്റ് വരുന്നത്. കണ്ട, അതാണ് ലൈറ്റ്, വെള്ള ലൈറ്റ്.